ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു ചിക്കൻ മുഴുവനായിട്ട് വെച്ചിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു റെസിപ്പിയാണ് കാണിക്കുന്നത്. ചിക്കൻ പറുദീസ അല്ലെങ്കിൽ പറുദീസ ചിക്കൻ എന്നും പറയാം. അപ്പോൾ എങ്ങനെയാണ് ഈ പറുദീസ ചിക്കൻ തയ്യാറാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഞാൻ റോഷിനിയാണ് ആൻഡ് യു ആർ വാച്ചിങ് ടിങ്കിൾസ്. ചിക്കൻ പറുദീസ തയ്യാറാക്കാനായിട്ട് ഇതുപോലൊരു ചിക്കൻ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ സൈഡിലൊക്കെ എങ്ങനെയൊന്ന് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട്. മസാലയൊക്കെ ഉള്ളിലേക്ക് പിടിക്കാനായിട്ട് ഇതുപോലെ എല്ലാ സൈഡിലും ഒന്ന് വരഞ്ഞ് കൊടുക്കണേ. അപ്പോൾ ഇത് ഒരു 1.5 കിലോ വെയിറ്റുള്ള ഒരു ചിക്കനാണ്. അപ്പോൾ കഴിയുമെങ്കിൽ ഒരു 1.5 കിലോയുടെ അകത്ത് വരുന്ന ചിക്കൻ എടുത്താൽ മതിയാവും. ഒരു 1-1.25 ആയിരിക്കും നല്ലത്. നമ്മളിത് കട്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ അകമൊക്കെ നന്നായിട്ടൊന്ന് കുക്കായി കിട്ടാനായിട്ട് എപ്പോഴും വെയിറ്റ് കുറഞ്ഞ ചിക്കൻ തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത്. ഇതിപ്പോൾ സ്കിന്നെല്ലാം റിമൂവ് ചെയ്തിട്ടുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ സ്കിന്നോട് കൂടിയുള്ളതാണ് എടുക്കാൻ താല്പര്യമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇനി ഇത് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. 12 അല്ലി വെളുത്തുള്ളിയും 2 ചെറിയ പീസ് ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. ഇതൊന്ന് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചിക്കൻ കുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു വലിയൊരു പാത്രത്തിലേക്കാണ് ഇത് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ വെച്ച് തന്നെ നമുക്ക് മാരിനേറ്റ് ചെയ്യാം. ഒരു വലിയ ടൊമാറ്റോയും വലിയൊരു ക്യാപ്സിക്കം, പിന്നെ ഒരു 5-6 പച്ചമുളകും ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്താണ് എടുത്തിട്ടുള്ളത്. ക്യാപ്സിക്കവും ടൊമാറ്റോയും ഒക്കെ ചെറുതായിട്ടാണ് കട്ട് ചെയ്ത് എടുക്കേണ്ടത്. അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി മുളക് പൊടി ചേർത്ത് കൊടുക്കാം, 1.5 ടേബിൾ സ്പൂൺ. ഇനി കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നതെങ്കിൽ 2 ടേബിൾ സ്പൂൺ വരെ ചേർക്കാം. ഇതിപ്പോൾ സാധാരണ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ഇനി കുരുമുളക് പൊടിച്ചതാണ് ചേർക്കുന്നത്, 1.5 ടീസ്പൂണാണ് ചേർക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും ചില്ലി പൗഡറും പെപ്പർ പൗഡറും എരിവിനനുസരിച്ച് ചേർത്താൽ മതി. ഇനി മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്, 1/2 ടീസ്പൂൺ. ഇനി 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചതും പിന്നെ 1/2 ടീസ്പൂൺ പെരുംജീരകം ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്, അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി 1/4 ടീസ്പൂൺ ഗരം മസാലയും പിന്നെ നമ്മളിതിലേക്ക് മന്തി മസാല കൂടെ ചേർക്കുന്നുണ്ട്. ഇത് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് പെട്ടെന്ന് നോക്കിയിട്ട് വരാം. ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലി, 1 ടേബിൾ സ്പൂൺ ജീരകം, 1/2 ടേബിൾ സ്പൂൺ പെരുംജീരകം, 7-8 ഏലക്ക, ഒരു തക്കോലം, ഗ്രാമ്പൂ 1 ടീസ്പൂൺ, കറുവാപ്പട്ട ഇതുപോലൊരു 3-4 പീസ്, 5 വറ്റൽമുളക്, കുരുമുളക് 1 ടേബിൾ സ്പൂൺ, ബേ ലീഫ് 3 ഒന്ന് പീസാക്കി ഇട്ടിട്ടുണ്ട്. ഇനി ഡ്രൈ ലെമണാണ് ചേർത്ത് കൊടുക്കുന്നത്, ഉണക്ക നാരങ്ങ. ഇതിപ്പോൾ ഞാൻ അങ്ങാടി കടയിൽ നിന്നും വാങ്ങിയതാണ്. അതിൻ്റെ കുരുവൊക്കെ ഒന്ന് മാറ്റിയിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതുണ്ടെങ്കിൽ ചേർക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചാണ് നമ്മളിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നല്ലൊരു മണം വരും. അപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മഞ്ഞൾപ്പൊടി കരിഞ്ഞു പോകാതെ പെട്ടെന്ന് തന്നെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ കുറച്ചൊന്ന് തണുത്തതിന് ശേഷം ഇതുപോലൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് മന്തി മസാല. നമ്മൾ ചിക്കൻ മന്തിയിലും അതുപോലെ അറബിക് ഡിഷസിലൊക്കെ ചേർക്കുന്ന ഒരു മസാലക്കൂട്ടാണിത്. ഇത് തണുത്തതിന് ശേഷം എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കുപ്പിയിൽ അടച്ചു വെക്കുകയാണെങ്കിൽ കേടുകൂടാതെ ഏറെ നാളിരിക്കും. ഫ്രിഡ്ജിലാണെങ്കിൽ ഒരു 4-5 മാസം വരെ സൂക്ഷിക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിൽ നിന്നും 1 ടീസ്പൂൺ കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ചിക്കൻ സ്റ്റോക്ക് ക്യൂബ്സ് വാങ്ങാൻ കിട്ടുമല്ലോ, അതിൽ നിന്നും 1 ചേർത്ത് കൊടുക്കുന്നത്. ഇതുപോലൊന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ നാരങ്ങ നീര്, 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ചേർത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് പുതിന ഇലയും മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ഏകദേശം 1 പിടിയുണ്ട്. 1 പിടി മല്ലിയിലയും 1 പിടി പുതിന ഇലയും. ഇനി ഇത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല. ചിക്കൻ സ്റ്റോക്കിൽ അത്യാവശ്യം ഉപ്പുണ്ട്. അപ്പോൾ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ അതിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ചിക്കൻ എടുത്തിട്ട് ഈ ഒരു മസാല ഇതിൽ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. ഇതുപോലെ അകത്തും സൈഡിലുമൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കാം. ഇനി ഇത് മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിത് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. ഞാനൊരു 4 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇതെടുത്ത് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ടാണ് കുക്ക് ചെയ്യേണ്ടത്. അപ്പോഴാണ് മസാലയൊക്കെ ഇതിൽ നന്നായിട്ട് ഒന്ന് പിടിച്ച് വരുന്നത്.
അപ്പോൾ ഞാൻ ഇതുപോലെ അങ്ങ് ഫ്രിഡ്ജിൽ വെക്കുകയാണ്. 4 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിതെടുത്ത് കുക്ക് ചെയ്യാം. ഇതിപ്പോൾ 4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്നും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഒരു സവാള ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ ചുറ്റും ഒന്ന് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ കുക്ക് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ഇട്ടാൽ മതി. മാരിനേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സവാളയൊന്നും ചേർത്തിട്ടില്ലായിരുന്നല്ലോ. അപ്പോൾ ഒരു സവാള ഇതുപോലെ ചോപ്പ് ചെയ്ത് ചുറ്റും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 1 ടേബിൾ സ്പൂൺ ഓയിൽ കൂടെ ഇതുപോലെ ഒന്ന് ഇതിന് ചുറ്റും ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ച് നമുക്കൊരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. ആദ്യം 5 മിനിറ്റ് ഒരു സൈഡ് ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ ചിക്കനിൽ നിന്നും വെള്ളമൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ എപ്പോഴും ഒരു ചെറിയ ചിക്കൻ വാങ്ങുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാനൊക്കെ എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഈ കുക്ക് ചെയ്യുന്ന ഈ ഒരു പാത്രവും തിരിച്ചിട്ട് കൊടുക്കാനൊക്കെ പറ്റുന്ന രീതിയിൽ വലിപ്പമുള്ളതായിരിക്കണം. അപ്പോൾ ചിക്കൻ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് സൈഡിൽ നിന്നൊക്കെ ഗ്രേവി എടുത്ത് ചിക്കൻ്റെ പുറത്തേക്ക് വെച്ച് കൊടുക്കാം. ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി ഇത് വീണ്ടും അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കൂടെ ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. അപ്പോൾ 2 സൈഡും നമ്മൾ ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ സൈഡിൽ നിന്നുമൊക്കെ ഗ്രേവി എടുത്ത് ചിക്കൻ്റെ പുറത്തേക്ക് വെച്ച് കൊടുക്കാം. ഇനി എന്താ ഇതുപോലെ തന്നെ തിരിച്ചും ഒന്ന് സൈഡിലോട്ട് വെച്ചുമൊക്കെ ലോ ഫ്ലെയിമിൽ, ഇനി ഫ്ലെയിം ഒന്ന് കുറച്ചുള്ളൂ, ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തുറന്നു കൊടുക്കുക. ഈ ഗ്രേവി എടുത്ത് ചിക്കൻ്റെ പുറത്തേക്ക് വെച്ച് കൊടുത്തിട്ടാണ് ഇത് ക്ലോസ് ചെയ്ത് കുക്ക് ചെയ്യേണ്ടത്. ഇനി ഒരു 5 മിനിറ്റ് തോറും നമുക്കിത് തുറന്ന് ഇതുപോലൊന്ന് സൈഡ് മാറ്റി മാറ്റി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഫ്ലെയിം കുറച്ച് വെച്ചിട്ടുണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്നു കൊടുത്ത് ഇതുപോലെ ഗ്രേവി ഒന്ന് ചിക്കൻ്റെ പുറത്തേക്ക് ഇട്ട് കൊടുത്ത് ഇത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ചെയ്ത് ചിക്കൻ ഒന്ന് തിരിച്ചും മറിച്ചും ചരിച്ചും ഒക്കെ വെച്ച് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ കുറച്ച് വലിയ ചിക്കൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് 1 മണിക്കൂർ വേണ്ടി വന്നു ഇത് കുക്കായി വരാനായിട്ട്. അപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള ഒരു 1.25 കിലോ ഒക്കെ ആണെങ്കിൽ 50 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് റെഡിയായി കിട്ടും. ഇനി നമുക്കിതിലേക്ക് ഒരു കാര്യം കൂടെ ചേർക്കേണ്ടതായിട്ടുണ്ട്. ഒരു 20 കാഷ്യൂ നട്ട്സ് 10 മിനിറ്റ് ഒന്ന് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അതുകൂടെ നമുക്കിതിൻ്റെ പുറത്തായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സായി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒരു 5 മിനിറ്റ് കൂടെ നമുക്ക് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ പറുദീസ റെഡിയാവും. അപ്പോൾ ഒരു 5 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. കുറച്ച് മല്ലിയില കൂടെ ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ വളരെ സൂക്ഷിച്ച് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. എന്നിട്ട് അതിലുള്ള ബാക്കി ഗ്രേവിയും കൂടെ നമ്മുടെ ചിക്കൻ്റെ മുകളിലായിട്ട് ഒഴിച്ചെടുക്കാം. അപ്പോൾ ഇതാണ് ചിക്കൻ പറുദീസ അല്ലെങ്കിൽ പറുദീസ ചിക്കൻ. അപ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം, നല്ല ടേസ്റ്റാണ്. ഇത് ചപ്പാത്തിയുടെ കൂടെയോ അല്ലെങ്കിൽ പത്തിരിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനുമാണ്. അപ്പോൾ ഒന്ന് തയ്യാറാക്കി നോക്കൂ. അതുപോലെ ഈ ഒരു ഗ്രേവിയും ഒരു പ്രത്യേക ടേസ്റ്റാണ്, ഒരു പുതിയൊരു ടേസ്റ്റായിട്ടാണ് തോന്നിയത്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കൂ. വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ തയ്യാറാക്കി വെക്കാൻ പറ്റിയൊരു ഐറ്റം തന്നെയാണ്. ഇതുപോലെയൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചാൽ നല്ലൊരു ലുക്കുമാണ്. ഇത് നമുക്കൊന്ന് എടുത്ത് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഈ ചിക്കൻ ഇരിക്കുന്നത്, കണ്ടില്ലേ? അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ ചിക്കൻ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ടിങ്കിൾസ് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.